എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിച്ചിരിക്കും. വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിരിക്കുകയാണ്. റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്ന വിവരം കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കുന്നത്. രണ്ട് വിവരങ്ങളാണ്. ഒന്ന്, റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന വിവരവും അതോടൊപ്പം തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന വിവരവുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ്, വളരെ സുപ്രധാനമായ ഒരു റിസൾട്ട് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊസീജിയറും എന്ത് ചെയ്യുകയാണ്. വാല്യുവേഷൻ ഇന്നലെയോടെ തന്നെ സർവകലാശാല എന്ത് ചെയ്തു, പൂർത്തീകരിച്ചു. ജനുവരി മാസം 16-ാം തീയതി ഇന്നലെ എന്ത് ചെയ്തു, സർവകലാശാല വാല്യുവേഷൻ ഉൾപ്പെടെ എല്ലാ പ്രൊസീജിയറും പൂർത്തീകരിച്ചു. ഇനി 2-3 ദിവസം ടാബുലേഷൻ വർക്കുകളായിരിക്കും. അതായത് എന്താണ്, വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തോടു കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ള വളരെ സുപ്രധാനമായ, വളരെ അർഹിക്കുന്നൊരു വാർത്തയാണ് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാനുള്ളത്. റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ ബാർകോഡ് സിസ്റ്റമാണ് യൂണിവേഴ്സിറ്റികൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ 5-6 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, പരീക്ഷ കഴിഞ്ഞ് വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് ഏതാണ്ടൊരു 5-6 മാസങ്ങൾക്ക് ശേഷമായിരുന്നു, 5-6 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തത്, റിസൾട്ട് വന്നത്. അതായത് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് റിസൾട്ട് വരാൻ വിദ്യാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞ് ഏതാണ്ട് 5-6 മാസം വരെ വിദ്യാർത്ഥികൾ കാത്തിരിക്കേണ്ടതായ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ ബാർകോഡ് സിസ്റ്റത്തെയാണ് ഫോളോ ചെയ്യുന്നത്. ബാർകോഡ് സിസ്റ്റമാണ് യൂണിവേഴ്സിറ്റികൾ ഫോളോ ചെയ്യുന്നത്. ബാർകോഡ് സിസ്റ്റമാണ് യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യേണ്ട, റിസൾട്ടിന് വേണ്ടി അധികം കാലമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാണ്ട് FIUGPയുടെ 1ാം സെമസ്റ്റർ റിസൾട്ട് പരീക്ഷ കഴിഞ്ഞതിൻ്റെ ഏതാണ്ട് 20-ാം ദിവസം, ഏതാണ്ട് 19-20-ാം ദിവസം റിസൾട്ട് പുറത്തുവിട്ടു. അതുപോലെ തന്നെ 5ാം സെമസ്റ്റർ പരീക്ഷയുടെ ഫലം നിങ്ങൾക്കറിയാം, നവംബർ മാസമാണ് നവംബർ ഡിസംബർ മാസത്തിലാണ് എക്സാം നടന്നത്. ഏതാണ്ട് ഒന്നര ആഴ്ചയ്ക്ക് മുമ്പ് എന്ത് ചെയ്തു, 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എന്ത് ചെയ്തു, യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വിദ്യാർത്ഥികൾക്ക്. അതായത് അതാണ് നവംബർ ഡിസംബർ മാസത്തിൽ നടന്ന പരീക്ഷ, 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ FIUGPയുടെ 1ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും നടന്ന മാസം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ മാസമാണത്. 1ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും നടന്ന മാസമാണ് നവംബർ ഡിസംബർ മാസങ്ങൾ. അതായത് FIUGPയുടെ 1ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും നടന്ന മാസമാണ് നവംബർ ഡിസംബർ മാസങ്ങൾ. ഈ മാസങ്ങളിൽ ഈ നടന്ന പരീക്ഷകളൊപ്പം തന്നെയാണ് 3ാം സെമസ്റ്റർ പരീക്ഷ നടന്നത്. എന്നാൽ 1ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും റിസൾട്ട് സർവകലാശാല എന്ത് ചെയ്തു, നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. FIUGPയുടെ 1ാം സെമസ്റ്റർ റിസൾട്ട് ഡിസംബർ മാസം 30-ാം തീയതിയും അതുപോലെ തന്നെ 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഏതാണ്ട് 1.5 ആഴ്ചയ്ക്ക് മുമ്പുമാണ് സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഇനി പല വിദ്യാർത്ഥികളും കാത്തിരിക്കുന്നൊരു റിസൾട്ട് തന്നെയാണ് 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വളരെ സുപ്രധാനം അറിയിക്കുന്ന റിസൾട്ട്. അതിൻ്റെ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊസീജിയറും പൂർത്തിയായി. വിദ്യാർത്ഥികൾക്ക് ഇനി ഉടൻ തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ള വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. അതായത് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തോടെ തന്നെ പ്രതീക്ഷിക്കാം. 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഉൾപ്പെടെ വന്നു കഴിഞ്ഞു. ഇനി യൂണിവേഴ്സിറ്റിക്ക് ആകെ ഉള്ളത് 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടാണ്. UGയുടെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ പറയാനുള്ളത്, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3rd സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ടാണ് ഇനി വരാൻ ബാക്കിയുള്ളത്. ഇനി അങ്ങനെ റിസൾട്ട് വന്നാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാമെന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം. ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്യുക. ഗൂഗിളിലോ ക്രോമിലോ കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് തുറന്നു വരുന്ന പേജിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ പേജിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് പരീക്ഷാഭവൻ എന്നൊരു സെൻറ്റർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. പരീക്ഷാ ഭവൻ്റെ സെൻറ്റർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആ പരീക്ഷാ ഭവൻ്റെ സെൻറ്ററിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന് ആ ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
CUCSS തേർഡ് സെമിസ്റ്റർ എക്സാം നവംബർ 2024 റിസൾട്ട് പബ്ലിഷ്ഡ്. CUCSS നവംബർ 2000 തേർഡ് സെമിസ്റ്റർ എക്സാം നവംബർ 2024 റിസൾട്ട് പബ്ലിഷ്ഡ്. 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സ് 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സിൻ്റെ റിസൾട്ട് അവിടെ പ്രസിദ്ധീകരിച്ചതായിട്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. നിലവിൽ ലിങ്ക് ഇപ്പോൾ അവിടെ ലഭ്യമില്ല. വിദ്യാർത്ഥികൾക്ക് തേർഡ് സെമിസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഉടൻ അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തോടെ തന്നെ പ്രതീക്ഷിക്കാമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വിദ്യാർത്ഥികളുമായി പങ്കുവച്ചത്. അത് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തോടെ തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റിസൾട്ട് വന്നാൽ അറിയാനുള്ള പ്രീമിയർ വീഡിയോ അപ്ലോഡാണ്. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ പെട്ടെന്ന് വരുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികളിലേക്ക് അത് സമയത്ത് എത്തിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.